നമസ്കാരം. എന്താണ് ഒരു ബൗണ്ടഡ് ലീനിയർ മാപ്പ് എന്ന് നെക്സ്റ്റ് നോക്കാം. യു ആർ ഗിവൺ ടു നോർമൽ സ്പേസസ് എക്സ് ആൻഡ് വൈ. ഓക്കെ, ഇപ്പോൾ ലീനിയർ മാപ്പ് എന്താണെന്ന് അറിയാം. ലീനിയറിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു മാപ്പാണ് ടി ഫ്രം എക്സ് ഇൻ ടു വൈ ബി എ ലീനിയർ മാപ്പ്. ഈ ലീനിയർ മാപ്പിനെ ബൗണ്ടഡ് ലീനിയർ എന്ന കൺസെപ്റ്റ്, ആ ഡെഫിനിഷൻ ബൗണ്ടഡ് ലീനിയർ എന്ന് പ്രത്യേകം ഓർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ബൗണ്ടഡ് എന്ന ഡെഫിനിഷൻ അല്ല. കാരണം ബൗണ്ടഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഞ്ച് സെറ്റ് ബൗണ്ടഡ് സെറ്റ് ആവാനാണ്. ഇവിടെ ബൗണ്ടഡ് ലീനിയാരിറ്റി എന്നുള്ള കണ്ടീഷൻ അതല്ല കേട്ടോ. ബൗണ്ടഡ് ലീനിയാരിറ്റിയുടെ കണ്ടീഷൻ പറഞ്ഞാൽ ലീനിയർ മാപ്പും ആയിരിക്കും, കൂടാതെ ബൗണ്ടഡ് സെറ്റ്സ് മാപ്സ് ഇൻ ടു ബൗണ്ടഡ് സെറ്റ്സ് ആണ്. അതായത് ഇപ്പോൾ നിങ്ങളുടെ ഡൊമൈനിലുള്ള ഒരു ബൗണ്ടഡ് സെറ്റിൻ്റെ ഇമേജും ബൗണ്ടഡ് ആയിരിക്കും എന്ന് അർത്ഥം മാത്രമേ ആണ് ഓർക്കേണ്ട ഒരു കാര്യം. ഓക്കെ മക്കളെ, അപ്പോൾ ബൗണ്ടഡ് ലീനിയാരിറ്റിയുടെയും ബൗണ്ടഡ്നെസ്സിൻ്റെയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്, ബൗണ്ടഡ് എന്ന് പറയുന്നത് റേഞ്ച് സെറ്റ് ബൗണ്ടഡ് ആവുക എന്നാണ്. പക്ഷേ ബൗണ്ടഡ് ലീനിയാരിറ്റി ഇത് ഒരു ലീനിയർ മാപ്പുമായിരിക്കും ഡൊമൈനിൽ ഏതൊരു ബൗണ്ടഡ് സെറ്റിനെയും ബൗണ്ടഡ് സെറ്റിലേക്ക് മാപ്പ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആ കണ്ടീഷനാണ് ഇവിടെ ആ ടേബിളിനുള്ളിൽ എഴുതിയിരിക്കുന്നത്. നോം ടി എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആൽഫ ഇൻറ്റു നോം എക്സ്. ഈ നോം ടി എക്സിലെ നോം എന്ന് പറയുന്നത് വൈയിലുള്ള നോമാണ്. നോം എക്സിലെ നോം എന്ന് പറഞ്ഞാൽ എക്സിലുള്ള നോമാണ്. രണ്ട് നോമും തമ്മിലുള്ള വ്യത്യാസം, നൊട്ടേഷൻ സെയിം ഇട്ടുമെങ്കിൽ രണ്ടും ഡിഫറൻറ്റ്. അപ്പോൾ നോം ടി ഓഫ് എക്സ് ലെസ് ആർ ഈക്വൽ ടു ആൽഫ ഇൻറ്റു നോം എക്സ് ഫോർ ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് എക്സ് സച്ച് ആൻ ആൽഫ എക്സിസ്റ്റ് എന്നാണ്. അപ്പോൾ ശരിക്കും ഇത് ഈ ലിപ്ഷിറ്റ്സ് കണ്ടീഷൻ പോലുള്ള കണ്ടീഷൻ തന്നെയാണ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ ടി ലീനിയർ ആയതുകൊണ്ട് നോം ടി ഓഫ് എക്സ് മൈനസ് ടി ഓഫ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആൽഫ ഇൻറ്റു നോം എക്സ് മൈനസ് വൈ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ലിപ്ഷിറ്റ്സ് കണ്ടീഷനായി. അപ്പോൾ ലിപ്ഷിറ്റ്സ് കണ്ടീഷൻ ആയിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അത് യൂണിഫോംലി കണ്ടിന്യൂസ് ആണ്. യൂണിഫോംലി കണ്ടിന്യൂസ് ആണെങ്കിൽ നമുക്കറിയാം അത് കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ഒരു ബൗണ്ടഡ് ലീനിയർ മാപ്പിൻ്റെ പ്രത്യേകത, ഇറ്റ് ഈസ് ലിപ്ഷിറ്റ്സ് യൂണിഫോംലി കണ്ടിന്യൂസ് ആൻഡ് കണ്ടിന്യൂസ്. അപ്പോൾ ജസ്റ്റ് ഇവിടെ ഒരു ചെറിയൊരു ചേഞ്ച് മാത്രം കൊടുത്താൽ മതി. നോം ടി ഓഫ് എക്സ് മൈനസ് ടി ഓഫ് വൈ. ഈ നോം ടി ഓഫ് എക്സ് മൈനസ് ടി ഓഫ് വൈ ടി ലീനിയർ ആയതുകൊണ്ട് ടി ഓഫ് എക്സ് മൈനസ് വൈ എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ നോം ടി ഓഫ് എക്സ് മൈനസ് വൈ ലെസ് ആർ ഈക്വൽ ടു ആൽഫ ഇൻറ്റു നോം എക്സ് മൈനസ് വൈ എന്ന് എഴുതാം. ശരിക്കും ലിപ്ഷിറ്റ്സ് കണ്ടീഷൻ എത്തിക്കഴിഞ്ഞു കേട്ടോ. ഒരു ലിപ്ഷിറ്റ്സ് ഫംഗ്ഷൻ ഈസ് യൂണിഫോംലി കണ്ടിന്യൂസ് ആൻഡ് ഇറ്റ് ഈസ് കണ്ടിന്യൂസ്. അപ്പോൾ ഇത്രയും കണ്ടീഷൻസ് നമുക്ക് റെഡ്യൂസ് ചെയ്ത് കിട്ടുന്നു. ഇനി പ്രത്യേകം ഓർക്കേണ്ടത് ഒരു ഓപ്പറേറ്ററിൻ്റെ നോം എന്നാണ് ഇതിനെ പറയാം. നോം ടി ഈക്വൽ ടു ഓപ്പറേറ്റർ നോം എന്ന് പറയാം. ഓക്കെ, ഓപ്പറേറ്റർ നോം ടി ഈക്വൽ ടു സുപ്രീമം ഓവറാൾ നോം ടി ഓഫ് എക്സ് സച്ച് അറ്റ് എക്സ് എലമെൻറ്റ് ഓഫ് എക്സ് വിത്ത് നോം എക്സ് ലെസ് ആർ ഈക്വൽ ടു 1. അതങ്ങനെ ഒരു ഫിക്സഡ് ആണ്. അതായത് ഡൊമൈനിലെ എല്ലാ പോയിൻറ്റ്സിൻ്റെയും നോം ടി എക്സ് എടുക്കേണ്ട ആവശ്യമില്ല. പകരം യൂണിറ്റ് ക്ലോസ്ഡ് ഡിസ്ക് ആയിട്ടുള്ള നോം എക്സ് ലെസ് ആർ ഈക്വൽ ടു 1. നോം എക്സ് ലെസ് ആർ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൊമൈനിലുള്ള 0 മുതൽ 1 വരെയുള്ള ആ ബോളിനുള്ള പോയിൻറ്റ്സ് കൊണ്ട് വെച്ച് മാത്രം നോംസ് കൺസിഡർ ചെയ്യുക. നോം ടി ഓഫ് അതിൻ്റെയൊക്കെ റേഞ്ച് കണ്ടുപിടിക്കുക. ആ റേഞ്ചിൽ ഏറ്റവും കൂടുതൽ ഡിസ്റ്റൻസ് വരുന്ന അല്ലെങ്കിൽ സുപ്രീമം വരുന്ന വാല്യൂവിനെയാണ് നമ്മൾ നോം ടി എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഐഡൻറ്റിറ്റി മാപ്പാണെങ്കിൽ അതിൻ്റെ നോം എന്ന് പറയുന്നത് 1 ആയിരിക്കും, 0 മാപ്പിൻ്റെ 0 ആയിരിക്കും. പിന്നെ മാപ്പുകളിലൊക്കെ ഡിഫറൻ്റ് ആയിട്ട് നമുക്ക് വരും. പക്ഷേ പ്രൊജക്ഷൻ മാപ്പിൻ്റെ കേസിൽ ഉള്ളതിൽ നോമിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത്, അതുപോലെ നിങ്ങൾ ഇതിന് മുന്നേ ഓർത്തോഗണൽ മാപ്പാണെങ്കിൽ അതിൻ്റെ നോം പ്ലസ് ഓർ മൈനസ് 1 പ്ലസ് ഓർ മൈനസ് 1 അല്ല 1 എന്ന കൺസെപ്റ്റിലേക്ക് വരിക എന്നുള്ളത്. യൂണിറ്ററി മാപ്പ് അങ്ങനെയുള്ള മാപ്പുകളൊക്കെ ഉണ്ട്. നിങ്ങൾ ലീനിയർ ആൾജിബ്ര പഠിച്ചിട്ടുള്ള അത്തരം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ വേറൊരു പ്രത്യേകതയാണ് നോം ടിയുടെ വാല്യൂ ഇങ്ങനെ കൊടുക്കുന്നത് കൊണ്ട് ഈ ആൽഫയായിട്ട് നോം ടി ആക്ട് ചെയ്യും എന്നുള്ളത്. അതായത് നോം ടി ഓഫ് എക്സ് ലെസ് ആർ ഈക്വൽ ടു ആൽഫയുടെ പകരം കൊടുത്തു കഴിഞ്ഞാൽ നോം ടി ഇൻറ്റു നോം എക്സ് എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഒരു ബൗണ്ടഡ് ലീനിയർ മാപ്പിൻ്റെ പ്രത്യേകതകളാണ് എഴുതിയിട്ടുള്ളത്. ഇത് ബൗണ്ടഡ് ലീനിയർ മാപ്പാണ്. ഇപ്പോൾ ബൗണ്ടഡ് ലീനിയർ ഫംഗ്ഷനിലാണെങ്കിൽ ഒരേ ഒരു ചേഞ്ചേ ഉള്ളൂ, വൈഡ് അവിടെ കെ എന്ന് കൊടുക്കുക. വൈഡ് അവിടെ കെ കൊടുക്കുമ്പോൾ കെയിലെ നോം എന്ന് പറയുന്നത് മോഡുലസ് ആണ്. അപ്പോൾ അതുകൊണ്ട് കണ്ടീഷനിൽ ചെറിയൊരു വ്യത്യാസം വരും. ടി എന്ന് കൊടുക്കുന്ന പകരം എഫ് എന്ന പേര് കൊടുത്തു. ഇനി നോം ടി ഓഫ് എക്സിന് പകരം മോഡ് എഫ് ഓഫ് എക്സ് ലെസ് ആർ ഈക്വൽ ടു ആൽഫ ഇൻറ്റു നോം എക്സ് ഫോർ ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് എക്സ്. അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പറേറ്റർ നോം അല്ലെങ്കിൽ ലീനിയർ ഫംഗ്ഷണൽ നോം എന്ന് പറയുന്നത് നോം എഫ് ഇസ് ഈക്വൽ ടു സുപ്രീമം ഓവറാൾ മോഡ് എഫ് ഓഫ് എക്സ് സച്ച് അറ്റ് എക്സ് എലമെൻറ്റ് ഓഫ് എക്സ് വിത്ത് നോം എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഓർത്തു വയ്ക്കണം. ഓക്കെ, ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മളുടെ അടുത്ത സെക്ഷനിലേക്ക് നമ്മൾ കയറുന്നത്. ആ സെക്ഷൻ 2.3c ബൗണ്ടഡ് ലീനിയർ ഫംഗ്ഷൻ ഓൺ ഹിൽബർട്ട് സ്പേസ്. അപ്പോൾ തൊട്ട് മുന്നേ നോർമൽ സ്പേസ് പറഞ്ഞതിൽ നിന്ന് ചെറിയ വ്യത്യാസം ഇന്ന പ്രൊഡക്റ്റ് കൂടി വരുമെന്നുള്ള അർത്ഥമുള്ളൂ. അപ്പോൾ ഇവിടെ പറയുന്നത് ഒരു ബൗണ്ടഡ് ലീനിയർ ഫംഗ്ഷനെ നമുക്ക് റേസ് റെപ്രസെൻറ്റേഷൻ തിയറം ഹിൽബർട്ട് സ്പേസിൽ എങ്ങനെ വർക്ക് ചെയ്യും നോക്കാം. ഓക്കെ, ലെറ്റ് us give on a Hilbert space H.
ആൻഡ് എച്ച് സ്റ്റാർ ഈസ് ദ കറസ്പോണ്ടിങ് ഡ്യുവൽ സ്പേസ്. ഇവിടെ എച്ച് സ്റ്റാർ എന്താണെന്ന് കൂടി ഞാനിവിടെ സൂചിപ്പിക്കണം. എച്ച് സ്റ്റാർ എന്ന് പറയുന്നത് എച്ചിൽ നിന്ന് കെയിലേക്ക് വരുന്ന എല്ലാ ബൗണ്ടഡ് ലീനിയർ ഫങ്ഷൻസിൻ്റെ കളക്ഷനാണ്. എച്ച് സ്റ്റാർ ഈസ് ദ സ്പേസ് ഓഫ് ആൾ ബൗണ്ടഡ് ലീനിയർ ഫംഗ്ഷൻ. അപ്പോൾ ലീനിയർ ഫംഗ്ഷൻ മാത്രമല്ല, അതായത് ഇപ്പോൾ 5 എലമെൻറ്റ് ഓഫ് എച്ച് സ്റ്റാർ കൊണ്ട് മീൻ ചെയ്യുന്നു 5 ഫ്രം എച്ച് ഇൻ ടു കെ ഈസ് എ ലീനിയർ ഫംഗ്ഷണൽ ആൻഡ് ഇറ്റ് ഈസ് ബൗണ്ടഡ് ലീനിയർ. ബൗണ്ടഡ് ലീനിയർ മീൻസ് മോഡ് 5 ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സം ആൽഫ ഇൻറ്റു നോം എക്സ് ഫോർ ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് എച്ച്. ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ. അപ്പോൾ ഈ 5 യുണീക്ക് റെപ്രസെൻറ്റേഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. എവരി 5 ക്യാൻ ബി യുണീക്ലി റെപ്രസെൻറ്റഡ് ആസ് 5 ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇന്നർ പ്രൊഡക്റ്റ് എക്സ് വിത്ത് വൈ. അതായത് വൈ എന്ന യുണീക്ക് പോയിൻ്റ് കൊണ്ട് 5 ഐഡൻറ്റിഫൈ ചെയ്യാം. അപ്പോൾ 5 എന്ന് പറഞ്ഞതിന് പകരം വൈ എന്ന് സൂചിപ്പിച്ചാൽ ഓർക്കാൻ പറ്റുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ കേസിൽ നോം 5 ഈക്വൽ ടു, അതായത് ഓപ്പറേറ്റർ നോം 5 ഈക്വൽ ടു നോം വൈ എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ 5യുടെ മുകളിൽ ഒരു സ്റ്റാർ കൊടുത്തിട്ടുള്ളത് അത് ഡ്യുവൽ സ്പേസിലെ നോമാണെന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് അങ്ങനെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എവരി ലീനിയർ ഫംഗ്ഷൻ ഓൺ എച്ച് ക്യാൻ ബി യുണീക്ലി റെപ്രസെൻറ്റഡ് ആസ് 5 ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇന്നർ പ്രൊഡക്റ്റ് എക്സ് വിത്ത് വൈ. ഇനി ഏതെങ്കിലും ഒരാൾ ഇങ്ങനെ ഉണ്ടെങ്കിൽ അയാൾ ഈ കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യും. അതായത് ഇങ്ങനെ ഒരു മാപ്പ് നോം 5 സ്റ്റാർ ഈക്വൽ ടു വൈ എന്നുണ്ടെങ്കിൽ അയാൾ ഒരു ബൗണ്ടറി ലീനിയർ ഫംഗ്ഷനിലായിരിക്കും, അത് എച്ച് സ്റ്റാറിലെ മെമ്പർ ആയിരിക്കും. ഈ കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ ഇത് യുണീക്കാണ്, അങ്ങോട്ടും ഇങ്ങോട്ടുമാണ്. അപ്പോൾ വൈ എന്ന പോയിൻറ്റ് കറസ്പോണ്ടിങ് ആയിട്ട് 5 ഉണ്ടാവും എന്ന് പറഞ്ഞ പോലെ 5ക്ക് വേണ്ടി വൈയും ഉണ്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടും. അതാണ് റൈസ് റെപ്രസെൻറ്റേഷൻ തിയറം. അതിൻ്റെ ഒരു എക്സാമ്പിളിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ എച്ച് ഈക്വൽ ടു ആർ എന്ന് കൺസിഡർ ചെയ്തു. അപ്പോൾ ആറിലെ പോയിൻറ്റ്സൊക്കെ പോയിൻറ്റുകൾ മാത്രമാണ്, വെക്റ്റേഴ്സൊക്കെ പോയിൻറ്റ്സാണ്. ഇനി ആറിൽ നിന്ന് ആറിലേക്കുള്ള ലീനിയർ ഫംഗ്ഷനിലെ ആർ സ്റ്റാർ ഡ്യുവൽ സ്പേസ് ആർ സ്റ്റാർ കൊടുത്താൽ അതിലുള്ള ഓരോ എലമെൻറ്റും ഓരോ ഫംഗ്ഷണലാണ്. പക്ഷേ ആറിൽ നിന്ന് ആറിലേക്കുള്ള ഏതൊരു ലീനിയർ മാപ്പിൻ്റെയും ജനറൽ ഫോം എന്ന് പറയുന്നത് ടി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സി എക്സ് എന്ന ഫോമിലാണ്. അപ്പോൾ സി എന്ന പോയിൻ്റാണ് ഇവിടെ വൈ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ടി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇന്നർ പ്രൊഡക്റ്റ് എക്സ് വിത്ത് സി, വൈക്ക് പകരം ഇവിടെ സി എന്ന് കൊടുക്കാം. അപ്പോൾ ഇവിടെ റിയൽ ലൈൻ ആയതുകൊണ്ട് സി ഇന്നർ പ്രൊഡക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ചെയ്യുന്ന അർത്ഥം സി എക്സ് എന്നാണ്. ഓക്കെ, അപ്പോൾ 0 എന്ന് പറയുന്ന പോയിൻ്റ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാപ്പ് 0 മാപ്പ്, 1 എന്ന പോയിൻ്റ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാപ്പ് 5 ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇന്നർ പ്രൊഡക്റ്റ് എക്സ് വിത്ത് 1, എക്സ് വിത്ത് 1 പറഞ്ഞാൽ എക്സ്, അപ്പോൾ ഐഡൻറ്റിറ്റി മാപ്പ്. 2ന് കറസ്പോണ്ടിങ് ആണെങ്കിൽ 2x എന്ന് കിട്ടും. അപ്പോൾ അതാണ് നമുക്ക് എളുപ്പത്തിൽ ഓർക്കാൻ പറ്റിയായിട്ടുള്ള റേസ് റെപ്രസെൻറ്റേഷൻ തിയറത്തിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്തു ലെറ്റ് y എലമെൻറ്റ് ഓഫ് h ആൻഡ് 5 ഫ്രം h ഇൻ ടു k be a map defined by 5y of x is equal to inner product x with y. അപ്പോൾ ഇങ്ങനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇയാൾ ആദ്യം ലീനിയർ മാപ്പാണെന്നും അതുപോലെ ബൗണ്ടഡ് ലീനിയർ മാപ്പാണെന്നും അതുപോലെ നോം 5y ഈക്വൽ ടു നോം y എന്നും പ്രൂവ് ചെയ്യണം. അപ്പോൾ ആദ്യം അതിന് വേണ്ടി നമ്മളെടുത്തു ലീനിയാരിറ്റി ചെക്ക് ചെയ്യാൻ പോവാണ്. 5y ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇന്നർ പ്രൊഡക്റ്റ് എക്സ് വിത്ത് വൈ ആണെങ്കിൽ 5y ഓഫ് kx1 പ്ലസ് x2 ഈക്വൽ ടു ലീനിയാരിറ്റി അപ്ലൈ ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് വേരിയബിളിൽ ഇന്നർ പ്രൊഡക്റ്റ് ലീനിയാരിറ്റി ഉണ്ട്, അത് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടും. ഇനി അതിൻ്റെ ബൗണ്ടറി ലീനിയാരിറ്റി ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേണ്ടത് മോഡ് 5y ഓഫ് എക്സ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സം ആൽഫ ഇൻറ്റു നോം എക്സ് എന്നാണ്. നോക്കാം. മോഡ് 5y ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മോഡ്ലെസ് ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് എക്സ് വിത്ത് വൈ. നമുക്ക് കോഷീസ് കോസ് വെച്ച് നമുക്ക് എന്ത് എഴുതാം, നോം എക്സ് ഇൻറ്റു നോം വൈ എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ആ നോം വൈയെ നിങ്ങൾ ആൽഫ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ശരിക്കും എന്ത് സംഭവിക്കുന്നു, മോഡ് 5y ഓഫ് എക്സ് ഈസ് ലെസ് ആർ ഈക്വൽ ടു ആൽഫ ഇൻറ്റു നോം എക്സ് ഫോർ ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് എച്ച് എന്ന് കിട്ടും. അതിനർത്ഥം അത് ബൗണ്ടറി ലീനിയർ ആണ്. ഇനി അത് ഒന്ന് ചെക്ക് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. സുപ്രീമം ഓഫ് നോം 5y, നോം 5yയുടെ വാല്യൂ നമുക്ക് എന്താ അറിയാം, സുപ്രീമം ഓഫ് മോഡ് 5y ഓഫ് എക്സ് എച്ച് ആറ്റ് എക്സ് എലമെൻറ്റ് ഓഫ് എച്ച് വിത്ത് നോം എക്സ് ലെസ് ആർ ഈക്വൽ ടു 1. ദാറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മുകളിൽ ഇൻഇക്വാളിറ്റി കോഷീസ് കോസ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും, സുപ്രീമം ഓവറാൾ നോം എക്സ് ഇൻറ്റു നോം വൈ സച്ച് ആറ്റ് എക്സ് എലമെൻറ്റ് ഓഫ് എച്ച് വിത്ത് നോം എക്സ് ലെസ് ആർ ഈക്വൽ ടു 1. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നോം എക്സിൻ്റെ വാല്യൂ 1 ആയി കൊടുത്തു കഴിഞ്ഞാൽ അത് നോം വൈ ആയി മാറും. അപ്പോൾ റൈറ്റ് സൈഡ് നോം വൈ കിട്ടും. ലെഫ്റ്റിലുള്ളത് ശരിക്കും എന്താണ്, മോഡ് 5y ആണ്. അവിടെ മുകളിൽ സ്റ്റാർ എഴുതിയത് അത് ഡ്യുവൽ സ്പേസിലെ ഓപ്പറേറ്റർ നോമാണെന്ന് അറിയാൻ വേണ്ടി മാത്രമാണ്. ദാറ്റ് ഈസ് ലെസ് ആർ ഈക്വൽ ടു നോം വൈ. അപ്പോൾ നോം 5y സ്റ്റാർ ലെസ് ആർ ഈക്വൽ ടു നോം വൈ എന്ന് കിട്ടി. അപ്പോൾ ലീനിയർ ഫംഗ്ഷനിൽ കിട്ടി എന്നുള്ള അർത്ഥം. ഓക്കെ, ഇനി ഇത് രണ്ടിലും ഇക്വാളിറ്റി നോം 5y ഈക്വൽ ടു നോം വൈ എന്ന് കിട്ടണം. അതിനുവേണ്ടി എക്സ് ഈക്വൽ ടു വൈ, എക്സ് ഈക്വൽ ടു വൈ ആണെങ്കിൽ നോം 5y ഓഫ് വൈ ഈക്വൽ ടു മോഡ്ലെസ് ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് വൈ വിത്ത് വൈ ഈക്വൽ ടു നോം വൈ സ്ക്വയർ. അപ്പോൾ മുകളിലുള്ള ഇൻഇക്വാളിറ്റിയിൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നോം 5y സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം 5y ഇൻറ്റു നോം വൈ എന്ന് എഴുതാൻ പറ്റും. നോം വൈ കട്ട് ചെയ്യുമ്പോൾ നോം വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം 5y എന്ന് കിട്ടും. അപ്പോൾ രണ്ട് ഇൻഇക്വാളിറ്റി കൂടി
അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് നോം 5y ഈക്വൽ ടു നോം y എന്ന് കിട്ടും. അപ്പോൾ ഒരു ഓപ്പറേറ്റർ, അപ്പോൾ ഇവിടെ നോം ടി ഇപ്പോൾ ഐഡൻറ്റിറ്റി മാപ്പ് ആണെങ്കിൽ നോം ടി ഈക്വൽ ടു നോം 1 എന്ന് പറയാൻ കാരണം 1 ആണ് അതിൻ്റെ റെപ്രസെൻ്റർ. അതുപോലെ 0 ആണ് 0 മാപ്പിൻ്റെ റെപ്രസെൻ്റ്. അപ്പോൾ നോം ടി ഈക്വൽ ടു നോം 0 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതിനെയും ആ രൂപത്തിൽ കണ്ടെത്താൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ നോം ഇപ്പോൾ ടി ഓഫ് എക്സ് ഈക്വൽ ടു 2x ആണെങ്കിൽ അതിൻ്റെ നോം എന്ന് പറയുന്നത് 2 ആയിരിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് ഈസി ആയിട്ട് കണ്ടെത്താൻ പറ്റുന്നതാണ്. ഇനി നമ്മൾ നെക്സ്റ്റ് ഷോ ചെയ്യുന്നത് 5 എലമെൻറ്റ് ഓഫ് എച്ച് സ്റ്റാർ സച്ചാൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. 5 ഓഫ് എക്സ് ഈക്വൽ ടു ഇന്നപ്ലറ്റ് എക്സ് വിത്ത് വൈ ആൻഡ് y എലമെൻറ്റ് ഓഫ് എച്ച് ഈസ് യൂണീക്ക് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഒരു ലീനിയർ ഫംഗ്ഷനിൽ എടുത്തു. ലെറ്റ് us കൺസിഡർ ലീനിയർ ഫംഗ്ഷൻ 5 എലമെൻറ്റ് ഓഫ് എച്ച് സ്റ്റാർ. നമുക്ക് കണ്ടെത്തേണ്ടത് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് എ y എലമെൻറ്റ് ഓഫ് എച്ച് സച്ചാൽ 5 ഓഫ് എക്സ് ഈക്വൽ ടു ഇന്നപ്ലറ്റ് എക്സ് വിത്ത് വൈ. അപ്പോൾ രണ്ട് കേസായിട്ടാണ് പ്രൂവ് ചെയ്യുന്നത്. ആദ്യം 5 0 മാപ്പ് ആണെങ്കിൽ എന്ത് സംഭവിക്കും നോക്കാം. ലെറ്റ് us കൺസിഡർ 5 is equal to 0. സോ വി നീഡ് ടു ഫൈൻഡ് ഔട്ട് എ മെമ്പർ y എലമെൻറ്റ് ഓഫ് എക്സ് സച്ചാൽ 5 ഓഫ് എക്സ് ഈക്വൽ ടു ഇന്നപ്ലറ്റ് എക്സ് വിത്ത് വൈ. അപ്പോൾ വൈക്ക് 0 എന്നൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നോക്കാം. 5 ഓഫ് എക്സ് ഈക്വൽ ടു ഇന്നപ്ലറ്റ് എക്സ് വിത്ത് 0 ഈക്വൽ ടു 0. അപ്പോൾ 5 ഓഫ് എക്സ് ഈക്വൽ ടു 0. അപ്പോൾ 5 ഈക്വൽ ടു 0 ഫോർ ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് എച്ച്. അപ്പോൾ നമുക്ക് 0 മാപ്പിന് y എന്നുള്ളത് 0 കൊടുത്താൽ മതി. ഇനി 5 നോട്ട് ഈക്വൽ ടു 0 എന്ന് കൺസിഡർ ചെയ്യും. അപ്പോൾ എനിക്ക് ഒരു നോൺ 0 y കണ്ടെത്തുകയാണ് വേണ്ടത്. ഓക്കെ, ഇനി 5 ലീനിയർ മാപ്പാണെന്ന് അറിയാം. അപ്പോൾ L ഈക്വൽ ടു കർവ് 5 എന്ന് കൊടുത്തു. ഓക്കെ, L ഈക്വൽ ടു കർവ് 5 ആണ്. ഇനി 5 ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞു എവരി ബൗണ്ടഡ് ലീനിയർ മാപ്പ് ഈസ് കണ്ടിന്യൂസ്, യൂണിഫോംലി കണ്ടിന്യൂസ്, ലിപ്ഷിറ്റ്സ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കണ്ടിന്യൂസ് ആണെങ്കിൽ ഇൻവേഴ്സ് ഓഫ് എ ക്ലോസ്ഡ് സെറ്റ് തന്നെയായിരിക്കും, ക്ലോസ്ഡ് ആയിരിക്കും. ഇനി കേർണൽ എന്ന് പറഞ്ഞാൽ എന്താണ്? 5 ഇൻവേഴ്സ് ഓഫ് സിംഗിൾട്ടൺ 0 ആണ്. സോ L ഈക്വൽ ടു കർവ് 5 ഈക്വൽ ടു 5 ഇൻവേഴ്സ് ഓഫ് സിംഗിൾട്ടൺ 0. അപ്പോൾ ഇൻവേഴ്സ് ഓഫ് എ ക്ലോസ്ഡ് സെറ്റ് ക്ലോസ്ഡ് ആയിരിക്കും. കണ്ടിന്യൂറ്റിയുടെ ക്യാരക്ടറൈസേഷനാണ് ഫസ്റ്റ് സെമ്മിലുണ്ട്. അപ്പോൾ 5 ഇൻവേഴ്സ് ഓഫ് സിംഗിൾട്ടൺ 0 ഈസ് എ ക്ലോസ് സബ് സ്പേസ് ഓഫ് എച്ച് ആണ്. അപ്പോൾ കേർണൽ എന്ന് പറയുന്ന ഒരു ക്ലോസ് സബ് സ്പേസ് ഓഫ് എച്ച് ആണ് കിട്ടി. തൊട്ട് മുന്നിൽ നമ്മൾ പഠിച്ചിരുന്നു കോ ഡയമെൻഷൻ ഓഫ് എൽ, അതായത് ഡയമെൻഷൻ ഓഫ് എച്ച് ഗിവൺ എൽ എന്ന് പറയുന്നതും ഡയമെൻഷൻ ഓഫ് എച്ച് ഗിവൺ എൽ എന്ന് പറയുന്നത് കോ ഡയമെൻഷൻ ഓഫ് എൽ ആണ്. ദാറ്റ് ഈസ് ഡയമെൻഷൻ ഓഫ് എൽ പർബാണ്. എൽ പർബ് പറഞ്ഞാൽ റേഞ്ച് സെറ്റാണ്. നമുക്കറിയാം 5 ഫ്രം എച്ച് ഇൻ ടു കെ ആണ്. കെയുടെ ഡയമെൻഷൻ 1 ആണ്. അപ്പോൾ ഡയമെൻഷൻ ഓഫ് എൽ പർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയമെൻഷൻ ഓഫ് കെ ആണ്. ഡയമെൻഷൻ ഓഫ് കെ എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ കോ ഡയമെൻഷൻ ഓഫ് എൽ ഈക്വൽ ടു 1 ആണ്. അപ്പോൾ എൽ പർബ് എന്ന് പറയുന്നത് 1 ഡയമെൻഷണൽ സബ് സ്പേസ് ഓഫ് എച്ച് ആണ്. തൊട്ട് മുന്നേ പഠിച്ചിട്ടുണ്ട്, അതാണ് ഉപയോഗിച്ചത്. ഓക്കെ, ഇനി 1 ഡയമെൻഷനിലാണെങ്കിൽ അതിലെ എല്ലാ നോൺ സീറോ വെക്റ്റേഴ്സും അതിൻ്റെ ബേസിസ് ഫോം ചെയ്യുന്നതാണ്. ലെറ്റ് വൈ ക്യാപ്പ് ഇൻ എൽ പർ ഫോം എ ബേസിസ് ഫോർ എൽ പർ. ദാറ്റ് ഈസ് സിംഗിൾട്ടൺ വൈ ക്യാപ്പ് എന്ന് പറയുന്നത് ബേസിസ് ആയിരിക്കും. വൈ ക്യാപ്പ് നോട്ട് ഈക്വൽ 0 ആയിരിക്കണം. 0ക്ക് ഒരിക്കലും, കാരണം ബേസിസ് ലീനിയർ ഇൻഡിപെൻഡൻ്റ് ആവണം. അപ്പോൾ 0 വെക്ടറിൽ പറ്റില്ല. അപ്പോൾ വൈ ക്യാപ്പ് എന്ന് വെറുതെ പേര് കൊടുത്തുന്നുള്ളൂ. വൈ ക്യാപ്പ് എന്ന് പറയുന്നത് ഒരു എൽ പർബിലെ ഒരു മെമ്പറാണ്. അത് നോട്ട് ഈക്വൽ 0 ആണ്. സ്വാഭാവികമായിട്ട് അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. ഡയമെൻഷൻ ഓഫ് എൽ പർബ് 1 ആയതുകൊണ്ട് അത് ബേസിസ് ഫോം ചെയ്യും. ദാറ്റ് മീൻസ് സ്പാൻ ഓഫ് വൈ ക്യാപ്പ് ഈക്വൽ ടു എൽ പർബ്. ദാറ്റ് മീൻസ് singleton y cap is a basis of L purb. Okay, define 5 y cap from h into k by 5 y cap of x is equal to x into y cap. പക്ഷേ തൊട്ട് മുകളിൽ നമ്മൾ പറഞ്ഞു ഇങ്ങനെ എഴുതിയവരൊക്കെ ബൗണ്ടഡ് ലീനിയർ ഫംഗ്ഷനിലാണ്. അപ്പോൾ 5 ബൗണ്ടഡ് ലീനിയർ ഫംഗ്ഷനിലാണെന്നും നോം 5 y cap ഈക്വൽ ടു നോം y cap ആണെന്നും നമുക്കറിയാം. ഇപ്പോൾ കേർ y cap is equal to എന്താ നോക്കാം. സെറ്റ് ഓഫ് ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് 5 y cap ഈക്വൽ ടു 0. സെറ്റ് ഓഫ് ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് സച്ച് ദാറ്റ് ഇന്നപ്ലറ്റ് എക്സ് വിത്ത് വൈ ക്യാപ്പ് ഈക്വൽ ടു 0 അല്ലേ. അപ്പോൾ വൈ ക്യാപ്പുമായിട്ട് 0 ആക്കുന്നവരാണ് കേണലിലുള്ളത്. വൈ ക്യാപ്പായിട്ട് 0 ആക്കുന്നവരാണ് കേണൽ പറഞ്ഞു കഴിഞ്ഞാൽ വൈ ക്യാപ്പിന് പെർപെൻഡിക്കുലറാണ്. അപ്പോൾ കേർ വൈ ക്യാപ്പ് ഈക്വൽ ടു സിംഗിൾട്ടൺ വൈ ക്യാപ്പ് പെർപെൻഡിക്കുലർ. സിംഗിൾട്ടൺ വൈ ക്യാപ്പ് പെർപെൻഡിക്കുലർ തന്നെയായിരിക്കും സ്പാൻ വൈ ക്യാപ്പ് പെർപെൻഡിക്കുലർ. സ്പാൻ വൈ ക്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണെന്ന് നമുക്കറിയാം. വൈ ക്യാപ്പ് സ്പാൻ ചെയ്യുന്നത് എൽ പർബിനെയാണ്. അപ്പോൾ എൽ പർബ് പെർപെൻഡിക്കുലർ ആയിരിക്കും. എൽ പർബിൻ്റെ പെർപെൻഡിക്കുലർ പറഞ്ഞു കഴിഞ്ഞാൽ എൽ തന്നെ ആയിരിക്കും ഡബിൾ പെർപെൻഡിക്കുലർ. ദെർഫോർ കേർ വൈ 5 വൈ ക്യാപ്പ് എന്ന് പറയുന്നത് എൽ ആണ്. പക്ഷേ എൽ എന്ന് പറയുന്നത് ഇവിടെ ആക്ച്വലി എന്തായിരുന്നു? കേർ 5 ആണ്. 5 എന്ന മാപ്പിൻ്റെ ഇപ്പം തന്നിരിക്കുന്ന മാപ്പ് 5 ആയിരുന്നു. അതിൻ്റെ കേണലും ഇപ്പം എടുത്തിട്ടുള്ള 5 വൈ ക്യാപ്പിൻ്റെ കേണലും സെയിം ആണ്. അപ്പോൾ 2 മാപ്പുകൾ കിട്ടി. തന്നിരിക്കുന്ന മാപ്പിൽ നിന്ന് പുതിയൊരു മാപ്പ് നമ്മൾ കണ്ടെത്തി 5 വൈ ക്യാപ്പ് എന്ന് പറയുന്നത്. ആ 5 ക്യാപ്പ് രണ്ടുപേരെയും കേണൽ സെയിം ആണ്. ഓക്കെ, ഇനി തിയറം 2.3.2 പ്രകാരം നമുക്കറിയാം രണ്ടുപേരുടെ കേണൽ സെയിം ആണെങ്കിൽ 1 ഈസ് എ സ്കാലാർ മൾട്ടിപ്പിൾ ഓഫ് ദി അതർ ആയിരിക്കും. അപ്പോൾ 5 ഈക്വൽ ടു ലാംഡ ഇൻറ്റു 5 വൈ ക്യാപ്പ് എന്ന് എഴുതാൻ പറ്റും. ഓക്കെ,
അപ്പോൾ ഞാൻ വൈക്ക് ഇവിടെ എന്ത് പേര് കൊടുക്കണം, y ഈക്വൽ ടു ലാംഡ കോൺജുഗേറ്റ് ഇൻറ്റു വൈ ക്യാപ്പ് എന്ന് വെറുതെ പേര് കൊടുത്തു, ലാംഡ കോൺജുഗേറ്റ് ഇൻറ്റു വൈ ക്യാപ്പ്. ഓക്കെ, നൗ ഫൈ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ബൈ ഡെഫിനിഷൻ ലാംഡ ഇൻറ്റു 5y ക്യാപ്പ് ഓഫ് എക്സ്. ലാംഡ ഇൻറ്റു 5y ക്യാപ്പ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ, ലാംഡ ഇൻറ്റു ഇന്നപ്പുറത്തെ എക്സ് വിത്ത് വൈ ക്യാപ്പ്. കാരണം 5y ക്യാപ്പ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, 5 പക്ഷേ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഫൈ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു തൊട്ട് മുകളിലെ ലീനിയർ കോമ്പിനേഷൻ കൺസെപ്റ്റ് പോലെ ലാംഡ ഇൻറ്റു 5y ക്യാപ്പ് ഓഫ് എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു ഇന്നപ്പുറത്തെ എക്സ് വിത്ത് വൈ ക്യാപ്പ് വിച്ച് ഇസ് ഈക്വൽ ടു ലാംഡ സെക്കൻഡ് വേരിയബിളിലേക്ക് പോകുമ്പോൾ കോൺജുഗേറ്റ് ആയിട്ട് പോകും. ഇന്നപ്പുറത്തെ എക്സ് വിത്ത് ലാംഡ കോൺജുഗേറ്റ് വൈ ക്യാപ്പ്. പക്ഷേ ലാംഡ കോൺജുഗേറ്റ് വൈ ക്യാപ്പ് വരുവാണ് എക്സ് വിത്ത് വൈ ആ. ദെർഫോർ ഫൈ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇന്നപ്പുറത്തെ എക്സ് വിത്ത് വൈ എന്ന് കിട്ടി. ദാറ്റ് മീൻസ് നമുക്കിവിടെ എന്ത് മനസ്സിലായിരിക്കുന്നു, ഫൈ ഓഫ് എക്സിനെ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നു. ഓക്കെ, ഇനി നോം 5 ഈക്വൽ ടു എന്തായിരിക്കും, നോം വൈ ആയിരിക്കും. തൊട്ട് മുന്നേ ചെയ്ത അതേ പ്രൊസീജിയർ പ്രകാരം ഫൈ ഓഫ് എക്സ് ഈക്വൽ ടു ഇന്നപ്പുറത്തെ എക്സ് വിത്ത് വൈ ആണെങ്കിൽ നോം 5y ഈക്വൽ ടു നോം വൈ ആണ് കിട്ടും. ഇനി നോം വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നോക്കാം. നോം വൈ ഈക്വൽ ടു ലാംഡ കോൺജുഗേറ്റ് ഇൻറ്റു വൈ ക്യാപ്പ് ആയിരിക്കും അല്ലേ. ഫ്രം ദി എബോവ് ഫൈ ഓഫ് എക്സ് ഈക്വൽ ലാംഡ ഇൻറ്റു 5y ക്യാപ്പ് ഓഫ് എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു ഇന്നപ്പുറത്തെ എക്സ് വിത്ത് വൈ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു വൈയെ നമുക്ക് യൂണീക്കായിട്ട് കണ്ടെത്താൻ പറ്റി. ദാറ്റ് മീൻസ് എവരി ബൗണ്ടറി ലീനിയർ ഫംഗ്ഷണൽ ക്യാൻ ബി റിട്ടേൺ ആസ് ഫൈ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇന്നപ്പുറത്തെ എക്സ് വിത്ത് വൈ. അപ്പോൾ ഇവിടെ 1-to-1 കറസ്പോണ്ടൻസ് ആണ്. എച്ചിലുള്ള ഏതൊരു പോയിൻറ്റ് കറസ്പോണ്ടിങ് ആയിട്ടും ഒരു ലീനിയർ ഫംഗ്ഷനിലുണ്ട്. അതാണ് ഫൈ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇന്നപ്പുറത്തെ എക്സ് വിത്ത് വൈ അല്ലേ. വളരെ പ്രസിദ്ധമായ ഒരു റിസൾട്ടാണ് ഇത്. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട് എക്സാമ്പിൾ ഓഫ് എ നോൺ സെപ്പറബിൾ ഹിൽബർട്ട് സ്പേസിനുള്ള ഒരു എക്സാമ്പിൾ കണ്ടെത്തിയിരിക്കുകയാണ് ഇവിടെ. സാധാരണ നിങ്ങൾ പഠിച്ചിട്ടുള്ള മിക്കവാറും ഹിൽബർട്ട് L2 സ്പേസ്, ക്യാപിറ്റൽ L2, സ്മോൾ L2 ഇവരൊക്കെ സെപ്പറബിൾ ഹിൽബർട്ട് സ്പേസുകളാണ്. ഓക്കെ, സെപ്പറബിൾ പറഞ്ഞാൽ കൗണ്ടബിൾ ഡെൻസ് ഓഫ് സെറ്റ് ഉണ്ട്. ഹിൽബർട്ട് എന്ന് പറയുന്ന കംപ്ലീറ്റ് ഇന്നപ്പുറത്തെ സ്പേസുമാണ്. അങ്ങനെ അല്ലാത്ത ഒരാളാണ് ഇവിടെ എഴുതാൻ പോകുന്നത്. ലെറ്റ് L ഈക്വൽ ടു സി ഓഫ് ആർ. L ഈക്വൽ ടു സി ഓഫ് ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ഫങ്ഷൻസ് ഫ്രം R ഇൻറ്റു R അല്ലെങ്കിൽ R ഇൻറ്റു K ആണ്. ഓക്കെ, അപ്പോൾ സി ഓഫ് ക്ലോസ് നോൾ 0 ആണ്. ക്ലോസ് നോൾ 0 നിന്ന് കെയിലേക്ക് വരുന്ന കണ്ടിന്യൂസ് ഫംഗ്ഷൻസിൻ്റെ കളക്ഷനാണ്. ഇവിടെ ആറിൽ നിന്ന് കെയിലേക്ക് വരുന്ന കണ്ടിന്യൂസ് ഫംഗ്ഷൻസിൻ്റെ കളക്ഷനാണ്. ഡിഫൈൻ പി ഫ്രം എൽ ഇൻറ്റു ആർ. അപ്പോൾ ഈ സി ഓഫ് ആർ എന്ന് പറയുന്നത് ഒരു നോർമൽ സ്പേസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ഓക്കെ, നോർമൽ സ്പേസ് ആണ്. കൂടാതെ അതിനകത്ത് ഇന്ന പ്രൊഡക്റ്റ് ഡിഫൈൻ ചെയ്യാൻ പറ്റും എന്നുള്ളത് അത് കണ്ടിന്യൂസ് ഫംഗ്ഷൻസിൻ്റെ കേസിൽ നമ്മൾ ഡിഫൈൻ പി ഫ്രം എൽ ഇൻറ്റു ആർ ബൈ പി ഓഫ് എഫ് ഇസ് ഈക്വൽ ടു. കാരണം എല്ലുള്ളതെല്ലാം ഫങ്ഷൻസ് ആണ്, അതുകൊണ്ടാണ് എൽ പി ഓഫ് എഫ് എന്ന് കൊടുത്തത്. ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി 1/2t ഇൻറ്റു ഇൻ്റഗ്രൽ മൈനസ് ടി ടു ടി മോഡ് എഫ് ഓഫ് എക്സ് സ്ക്വയർ ഡി എക്സ് ദ ഹോൾ റേസ് ടു 1/2 എഫ് എലമെൻറ്റ് ഓഫ് എൽ. ഓക്കെ, അപ്പോൾ ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം ആണെന്ന് ഓർക്കണം. സെമി നോമിൻ്റെ കൺസ്ട്രക്ഷനൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്നതാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ഞാൻ അടുത്തത് നിങ്ങൾക്ക് അയക്കാം. ഈ നോൺ സെപ്പറബിൾ ഹിൽബർട്ട് സ്പേസിൻ്റെ ക്രിയേഷനുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ എൽ ഉപയോഗിച്ച് ഇതിൻ്റെ കോഷ്യൻ സ്പേസ് കണ്ടെത്തുകയാണ് അവിടെ ചെയ്യുന്നത്. ആ കോഷ്യൻ സ്പേസിൽ നിന്നാണ് നമ്മളുടെ നോൺ സെപ്പറബിൾ ആയിട്ടുള്ള ഹിൽബർട്ട് സ്പേസിൻ്റെ ജനറേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ എല്ലിൽ നമുക്കൊരു ഇന്ന പ്രൊഡക്റ്റ് ഒന്നും ഡിഫൈൻ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവിടെ എൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ പി എന്ന മാപ്പും എല്ലും ഉപയോഗിച്ച് പിയുടെ കേണൽ കണ്ടുപിടിക്കുന്നു. കേണൽ എന്തായാലും ക്ലോസ് ഓഫ് സ്പേസ് ആയിരിക്കും. ഇപ്പോൾ L/N എന്ന് പറയുന്നതിനകത്തേക്ക് നമുക്ക് ഒരു നോം ഡിഫൈൻ ചെയ്യാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ ഈ പി എന്ന് പറയുന്ന മാപ്പ് ഒരു സെമി നോമിൻ്റെ പ്രോപ്പർട്ടീസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യും. സെമി നോമിൻ്റെ കേണൽ ക്ലോസ്ഡായിരിക്കും. ഇപ്പോൾ L/N ഉപയോഗിച്ച് ഒരു നോം ഡിഫൈൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അതിനകത്ത് കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടിയും അതുപോലെ തന്നെ ഇന്ന പ്രൊഡക്റ്റും ഡിഫൈൻ ചെയ്യാൻ പറ്റും. ആ ഇന്ന പ്രൊഡക്റ്റൊക്കെയാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ അയക്കാം.